സ്റ്റാർട്ട്. സെയിൻറ്റ് പോൾ അതല്ലെങ്കിൽ പൗലോസ് ലീഹ എഴുതിയ 1 കൊറിന്ത്യൻസ് അതിൽ 13-ാം അധ്യായം 13-ാം വാക്യം പ്രകാരം പറയുന്നു, സ്നേഹം, വിശ്വാസം, പ്രത്യാശ, ലവ്, ഹോപ്പ് ആൻഡ് ഫെയ്ത്ത്. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് നിനക്ക് ഒരു മലയെ മാറ്റാനുള്ള വിശ്വാസം ഉണ്ടെങ്കിലും നിനക്ക് സ്നേഹമില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നാണ്. അത് വിശ്വാസത്തെക്കാളും കൂടുതൽ ബൈബിള് നമ്മളുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞത്. നമുക്കറിയാവുന്ന പോലെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മുസ്ലിം ജനത അവരുടെ റമദാൻ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നു. ഒപ്പം തന്നെ ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർ നോമ്പ് നോറ്റ് ഈസ്റ്ററിലേക്ക് കടന്നു പോകുന്ന ഒരു കാലഘട്ടം, പുണ്യമായ കാലഘട്ടങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ ആത്മീയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഞാൻ ശക്തമായി വിമർശിക്കാറുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും കമ്മ്യൂണിസത്തെയും ഒക്കെ ശക്തമായി വിമർശിക്കുന്ന ഒരു പ്രവണത എന്നിലുണ്ട്. പക്ഷെ ആത്മീയമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമല്ല ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഞാൻ അല്പം ഹിസ്റ്ററിയും തിയോളജിയും കൂടിയാണ് ചെയ്യുന്നത്. ഞാൻ മുസ്ലിം സമുദായങ്ങളുടെ മുമ്പിലേക്ക് തിയോളജിക്കലായിട്ടുള്ള ഒരു വിഷയം മുന്നോട്ട് വയ്ക്കുകയാണ്. ഖുറാനിലെ 10:94 പ്രകാരം പറയുന്നു, അതിൻ്റെ സാരാംശം നിങ്ങൾ വേദങ്ങൾ ഇതിലും മുമ്പ് വേദങ്ങൾ വായിച്ചവരോട് ചോദിച്ചറിയുവിൻ. ആരാണ് ഇതിനു മുമ്പ് വേദങ്ങൾ വായിച്ചവർ? ജൂതന്മാരും ക്രൈസ്തവരും. അവർ പറയുന്നത് തോറയിലും ഇഞ്ചിൽ എന്നാൽ ബൈബിൾ, പല വിമർശനങ്ങളും അതിനെപ്പറ്റി ഉണ്ടെങ്കിലും ഇത് വായിച്ചവരോട് ചോദിക്കുക. ഇന്നത്തെ ലോകത്തിലേക്ക് തുറന്നു നോക്കുമ്പോൾ ജൂതന്മാരും ക്രൈസ്തവരാണ് ഈ വേദങ്ങൾ മുൻകാലങ്ങളിൽ വായിച്ചവർ. നബി പറയുന്നത് അവരിൽ നിന്ന് പഠിക്കാനാണ് നബി പറയുന്നത്. അപ്പം ഞാൻ ഈ ഇസ്ലാമിക വിശ്വാസികളോട്, വലിയൊരു ബഹുഭൂരിപക്ഷം ജനമാണ് ലോകത്തിലെ, അവരോട് ചോദിക്കുകയാണ്, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? എന്തുകൊണ്ടാണ് നബി പ്രകാരം ഒരു വചനം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ട് നിങ്ങളോട് ഈ വേദങ്ങൾ പഠിച്ചവരോട് ചോദിക്കാൻ പറയുന്നതിനുള്ള കാരണം എന്താണ് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുറാൻ പറയുന്ന മേരി, മദർ മേരി, മറിയം എന്ന് പറഞ്ഞ യേശുവിൻ്റെ അമ്മ 3500 വർഷം മുമ്പ് ജീവിച്ചു എന്നാണ് പറയുന്നത്. അത് ഈ നമ്മുടെ ഇമ്രാൻ്റെ മകൾ, അഹറോൻ്റെ പെങ്ങൾ മറിയത്തെ അപ്രകാരമാണ് ഖുറാൻ പ്രതിപാദിക്കുന്നത്. അത് അവർ ജീവിച്ചത് 3500 വർഷം മുമ്പാണ്. എന്നാൽ ചരിത്രപരമായിട്ടും ഈ വേദങ്ങൾ പ്രകാരം, ഖുറാൻ പറയുന്ന ഈ വേദങ്ങൾ പ്രകാരവും ഇഞ്ചിൽ പറയുന്നത് 2000 വർഷം മുമ്പാണ് യേശു ക്രിസ്തു ജനിച്ച്, മറിയത്തിൽ ജനിച്ച്, ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാണ്. യേശു 3500 വർഷവും കുരിശിൽ തറക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇസ്ലാം വിശ്വസിക്കുന്നത്. ഒരു പ്രവാചകനായി കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ്, എവിടെയാണ് ഈ ഇഞ്ചിലിൽ മാറ്റം വരുത്തുന്നത്? ഈ വേദങ്ങളിൽ ആരാണ് മാറ്റം വരുത്തിയതെന്ന് മാത്രം പറയുന്നില്ല. ഇതിനെപ്പറ്റി പ്രതിപാദിച്ച് MM അക്ബർ പോലെയും മുജാഹിദ് ബാലുശ്ശേരി പോലെയുള്ള കുറേ വ്യക്തികൾ ഇതിനെ പഠിപ്പിക്കാനായിട്ടും പ്രത്യേകിച്ച് തെക്ക് ഭാഗത്ത് കേരളത്തിലൊക്കെ വന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ പിന്നീട് സക്കീർ നായിക്ക് പോലെയുള്ളവർ ഓടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം സെബാസ്റ്റ്യൻ പുന്നക്കൽ, അനിൽ കൊടിത്തോട്ടം പോലെയുള്ള മറ്റ് ക്രൈസ്തവ മതപണ്ഡിതന്മാർ അതല്ലെങ്കിൽ വിശ്വാസികൾ ഖുറാൻ പഠിച്ച് അവരോട് ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവര് MM അക്ബറിന് ഉത്തരമില്ലാതെ അദ്ദേഹം നീഷെ ഓഫ് ട്രൂത്ത് എന്ന സ്ഥാപനം അടച്ചുപൂട്ടി പോകുന്ന സാഹചര്യമാണ് നമുക്ക് നിലകൊണ്ടത്. അപ്പം ഞാൻ നിങ്ങളോട്, ഇന്ന് നാഥനില്ല കളിയാണ് ഈ ഇസ്ലാമിലെ. ഇവർക്ക് ഉത്തരങ്ങളില്ലാതായപ്പോൾ ഒരു നാഥനില്ല കളി പോലെയാണ് മുസ്ലിം സമുദായം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ റംദാൻ മാസത്തിലെ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ആശംസകൾ നേരുന്നതിനോടൊപ്പം ഞാൻ പറയുകയാണ്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നമുക്ക് സ്നേഹത്തിൽ രമ്യതപ്പെട്ട് ഇത് ചെയ്യാം. ഞാൻ പറഞ്ഞത് ആത്മീയമായിട്ടുള്ളതാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ഞാൻ ശക്തമായി വിമർശിച്ചിരിക്കും, ഇടതിനെതിരെയും വിമർശിച്ചിരിക്കും. പക്ഷേ ഇത്തരം നല്ലൊരു അവസരത്തിൽ പലപ്പോഴും ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മുടെ യുദ്ധം ഈ മനുഷ്യരോടല്ല, പ്രത്യയശാസ്ത്രങ്ങളോടാണ്. ആ പ്രത്യയശാസ്ത്രങ്ങളോട് എന്നും ഞാൻ വിമർശിക്കുകയും അതിനെതിരെ അതിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. പക്ഷെ മനുഷ്യരായ നല്ല മുസ്ലിമുകളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മുഷ്ടി, ചുരുട്ടി വെച്ച മുഷ്ടി ഇത് ചെയ്യൂ, നിങ്ങൾ റിലാക്സ് ചെയ്യൂ, നമുക്ക് രമ്യതപ്പെടാം, നമുക്ക്
സൗഹൃദപരമായിട്ട് ഈ ഒരു ആഘോഷം ആഘോഷിക്കാം. ഈ ഒരു വിഷയമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്.